ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് വിട്ടതാണ്. ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ വൈകുന്നേരം സമയമായപ്പോൾ ഒന്ന് കുറച്ച് സമയം പുറത്തുകൂടെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വിട്ടതായിരുന്നു. അല്ലാത്ത സമയത്ത് പച്ചനെറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇടാറുള്ളത്. അതിൻ്റെ അടിയിലും മണ്ണൊക്കെ തന്നെയാണ്, എന്നാലും അത് കുറച്ച് സ്പേസേ ഉള്ളൂ. ഇപ്പോൾ അത് കുറച്ച് മുറ്റത്തേക്ക് വിടുമ്പോൾ കുറച്ചധികം ഒരു കോടിച്ചാടിയൊക്കെ നടക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വിട്ടതായിരുന്നു. കുറച്ച് സമയം വിടുള്ളൂ. ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് വൈകുന്നേരം മാത്രമേ പുറത്ത് വിടലുള്ളൂ. ഇപ്പോൾ നമുക്ക് 6 മക്കളാണുള്ളത്. 7 വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു കോഴിക്കുഞ്ഞിനെ 2 ദിവസം മുമ്പ് ആ പച്ച നെറ്റ് കെട്ടിയതിൻ്റെ പുറത്തേക്ക് ചാടിയാണ്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പൂച്ച പിടിച്ചു. അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്. ഇപ്പോൾ 6 ആളുണ്ട്. ഇവർക്ക് ഇതുവരെ തൂക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ മഞ്ഞളും തുളസിൻ്റെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാധാ നോർമൽ വെള്ളമാണ് കൊടുക്കുന്നത്. നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ചെറിയൊരു ചൂടുള്ള വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വെള്ളം കൊടുക്കും. ഇവർക്ക് ഞാൻ വാക്സിനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു വാക്സിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ്. ചില ആൾക്കാർ പറഞ്ഞു പ്രതിരോധ ശേഷിയൊക്കെ കൂടാൻ വാക്സിൻ കൊടുക്കുന്നത് നല്ലതാണ്, എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് മാറും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 2 അഭിപ്രായക്കാരൊക്കെയാണ്. ഏതായാലും ഞാൻ ഇവർക്ക് വാക്സിനൊന്നും കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇനി ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സെയിലൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വാക്സിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വാക്സിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇവർക്ക് വാക്സിനൊന്നും കൊടുത്തിട്ടില്ല.